അപ്പൊ അല്ലല്ല തടി വെക്കുന്നില്ല ആള്. അപ്പൊ ഇയാള് ചോദിച്ചു, എന്ത് സൂത്രപ്പണിയാണ് നീ കാണിച്ചത്? ഈ ആട് തടി വെക്കുന്നു, ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇയാൾ എന്ത് അറിയോ, ഈ ആട് നേരെ കാണുന്ന പോലെ ഒരു ചെന്നായിനെ കെട്ടിവെച്ചു. ഈ ആട് കാണുന്ന പോലെ ഒരു ചെന്നായിനെ കെട്ടിവെച്ചു. ഇത് എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല. ഏതിന്? ആടിന്. കാരണം ടെൻഷനാണ്. ഈ പിന്നെ ഇപ്പൊ എന്നെ പിടിക്കോ കൊല്ലുമെന്ന് പേടിയില്ലേ. പേടിച്ച് ഭക്ഷണം കഴിച്ചപ്പോ ഈ ആട് തടി വെച്ചില്ല. അപ്പൊ കാര്യം എന്താണ്? ആടിന്റെ മനസ്സിലെ ടെൻഷൻ. അതാണ് തടി. നമ്മളും അതുകൊണ്ടാണ് പലപ്പോഴും ചില ആൾക്കാർ ടെൻഷൻ കൊണ്ട് ജീവിക്കുമ്പോൾ അത് തടി വെക്കുകയില്ല. കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ ചന്ദ്രൻ പോലെ ഒന്നിനും ആദ്യം തൊട്ട് എങ്ങനെ കണ്ടോ 1990 അതേപോലെ തന്നെ. കാരണം മനസ്സിലൊരു ആദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിലൊന്നും പിടിക്കില്ല. അപ്പോ നമ്മൾ എപ്പോഴും ആസ്വദിക്കണമെങ്കിൽ എന്റേതല്ലാന്നൊരു ബോധം നല്ലതാണ്. ഇപ്പൊ കുട്ടികളൊക്കെ, നമ്മുടെ കുട്ടികൾക്ക് കഴിച്ച് തടിച്ചു കൊടുക്കാൻ കാരണം എന്താണ്? അവർക്ക് താഴെ ഭൂമി മുകളിലെ ആകാശമാണ്, അല്ലെ? വേറെ ഒരു ടെൻഷനും ഇല്ല. അവര് നമ്മളെ ടെൻഷൻ പിടിപ്പിക്കും, അവര് ടെൻഷൻ എടുക്കില്ല. കാരണം എന്താ? അവർക്ക് അതാണ്. കാരണം അവരുടേതല്ല ഈ വീട്, അവരുടേതല്ല ഈ പൈസ, അവരുടേതല്ല. തിന്നാനൊക്കെ വേണം, കളിക്കാനൊക്കെ വേണം, പക്ഷെ അവരൊന്നും അവരുടേതല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ മനസ്സില് എന്റേതല്ലാന്ന് ബോധമാണ് അവർ എൻജോയ് ചെയ്യാൻ കാരണം. ആണല്ലേ? നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൽ ചിരി അതോടെ പോയി, അല്ലേ? അതുവരെ ചിരിക്കും. എല്ലാരും പറയും കല്യാണം കഴിച്ച അവന്റെ ലാസ്റ്റ് ഫോട്ടോ ആണത്, ചിരിക്കുന്ന ഫോട്ടോ. അങ്ങനെയാണ് പൊതുവെ കല്യാണം എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ചിരിക്കാൻ പറയാറ്. എടാ നന്നായി ചിരിക്കേ, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, പിന്നെ ചിരിക്കേണ്ടി വരില്ല. കല്യാണം കഴിഞ്ഞാൽ അതോടെ കാലം കുടുംബമായി, കുട്ടികളായി, പിന്നെ ലോണായി, അതായി ഇതായി, വീട്ടിൽ ചോർച്ചയായി, ഇലക്ട്രിസിറ്റി ബില്ലായി, കറണ്ട് ബില്ലായി, എല്ലാം. പിന്നെ ടെൻഷൻ, ചിരിയുണ്ടാവില്ല പിന്നെ മനുഷ്യന്. അപ്പൊ അതുകൊണ്ട് എന്റേതെന്ന ബോധം ഇല്ലാതെ ഇരിക്കുന്ന കുട്ടികൾ എപ്പോഴും എൻജോയ് ചെയ്യും, അവർ ഹാപ്പി ആയിരിക്കും. പക്ഷെ നമുക്കെന്താണ്? ഭാരം തലയ്ക്ക് കയറി കഴിഞ്ഞാൽ ചിന്തയും ടെൻഷനും കൊണ്ട് നമുക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. എന്തിനും കഴിക്കാൻ കുറച്ച് എന്ന് വെച്ചാൽ കഴിക്കണമെന്നുണ്ടോ, ജീവിക്കണമെന്നുണ്ടോ? പലർക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്? എന്റെ തലയിലാണ് എല്ലാം ഉള്ളത്. പക്ഷെ ഒരു ഭക്തൻ അങ്ങനെയല്ല. എന്റെ തലയിലാണെങ്കിലും ഇതെന്റെ ഭഗവാൻ സഹായിക്കും, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്, എന്റെ മിടുക്കല്ല എന്നുള്ള നല്ല ബോധം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പൊ ഈ ദുരിതങ്ങൾക്ക് മധ്യേ എങ്ങനെ സന്തോഷമായിരിക്കാം എന്നുള്ളതിന്റെ ഒരു മന്ത്രം, സൂത്രമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്റേതാണെന്ന് ചിന്തിക്കരുത്, ഇത് ഭഗവാന്റേതാണെന്ന് ചിന്തിക്കുക, ഉറപ്പിക്കുക. അതല്ലേ സത്യം. സത്യം അതല്ലേ, അല്ലാതെ ഇത് നുണ പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടേതല്ല എന്ന് ഉറപ്പിച്ചിട്ട് അത് ഉപയോഗിക്കുക. അപ്പൊ നമ്മളെല്ലാം ആരാണ്? ഉപയോഗിക്കുന്നവരാണ്. ഭഗവാൻ ഓണറാണ്, ഭഗവാൻ ഇതിന്റെ ഉടമസ്ഥനാണ്. നമ്മൾ ഉടമസ്ഥനല്ല, നമ്മൾ ഗുണഭോക്താവാണ്. ഇതിനെ ഗുണം ആസ്വദിക്കുന്നവരാണ്. അപ്പൊ എന്ത് വേണം? ഒരു വാടക വീട്ടിൽ ജീവിക്കുന്ന ഒരു ബോധം വേണം. നമുക്ക് സ്വന്തം വീട്ടിലാണ് ജീവിക്കുമെങ്കിൽ പോലും, ഡോക്യുമെന്റ് നമ്മുടെ പേരിലാണെങ്കിൽ പോലും നമുക്ക് എന്തൊരു ബോധം വേണം? ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് വാടക വീട്ടിൽ എന്തെങ്കിലും ഒരു ചോർച്ച അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടോ? ഇല്ല. അത് മുതലാളി വിളിച്ച് പറയും. മുതലാളി അവിടെ ചോർച്ചയുണ്ട്, എന്താ വേണ്ട, വാടകയിൽ കുറയും, ഓൾറെഡി കുറച്ചു. പക്ഷെ നമ്മളിപ്പോ ഒരു വാടകക്കാരനാണെന്ന ബോധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്വത്തുണ്ടാവും, പൈസ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളതല്ല ഇതെന്ന് ഒരു ബോധം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നിരുത്തരവാദമായിട്ട് എനിക്കറിയില്ല കേട്ടോ, ഭാര്യയെ ചോദിച്ചാൽ ഇത് എന്റെ വീടല്ല കേട്ടോ, നീ ബില്ലടച്ചോ, ഇത് എന്റെ കുട്ടികളല്ല കേട്ടോ, ഇങ്ങനെ പറയരുത്. എന്റെ അങ്ങനെ ഉത്തരവാദികളാണ് നമ്മൾ. കുട്ടികളുടെ ഉത്തരവാദിയായിട്ട് വളർത്തണം, വീട്ടിലെ ഭാര്യയുടെ ഉത്തരവാദിത്തം എല്ലാം ചെയ്യുമ്പോൾ തന്നെ ഇത് എന്റേതല്ല എന്ന് ഉള്ളിലൊരു ബോധത്തോടെ ജീവിക്കാൻ പരിശീലിക്കണം. ഇതാണ് ഭക്തി. ഭഗവാൻ പറഞ്ഞ കർമ്മയോഗം അതാണ്. ഇതെല്ലാം എന്റെ ഭഗവാന്റെ ഈശാവാശി ഇതം സർവം വ്യക്തിഞ്ചാം ജഗത്യാം ജഗതി തേന തിക്തേന പുഞ്ചിതക മാർഗത കശ്വസിത്തനം. ഇതെല്ലാം ഞാൻ ആസ്വദിക്കും. എങ്ങനെ?
ഒരു വാടക വീട്ടുകാരനെ പോലെ, ഒരു വാടകക്കാരനെ പോലെ ഞാൻ ആസ്വദിക്കും. ഇത് ഞാനൊരു ഉടമസ്ഥനല്ല എന്നുള്ള ചിന്തയില് ഉറപ്പായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ഭാരം കൊണ്ട് നമ്മള് ടെൻഷൻ അടിച്ച് അവസാനം നമുക്ക് കഴിക്കാനും പറ്റില്ല, കഴിച്ചാൽ ദഹിക്കൂല്ല. അങ്ങനെ വലിയ ടെൻഷനാണ്. ഭഗവാൻ അർജുന ആദ്യം എന്താ പറഞ്ഞത്? ഇത് എന്റെ ബന്ധുക്കളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ടെൻഷൻ. അർജുനൻ വിചാരിച്ചു ഇത് എന്റെ ബന്ധുക്കളാണ്. പക്ഷേ അർജുനൻ വിചാരിച്ചില്ല ഇത് ഭഗവാന്റെ അംശമാണെന്ന് വിചാരിച്ചില്ല. ആര്? ഭീഷ്മ, ദ്രോണ, കൃപാചാര്യരെല്ലാം, അതുപോലെ ദുര്യോധനാദികളെല്ലാം എന്റെ ഭഗവാന്റെ അംശമാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആദ്യമേ യുദ്ധം ചെയ്തിട്ടുണ്ടാവും. അത് വിചാരിച്ചില്ല. അതാണ് സത്യമെങ്കിലും ആ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തായി? ആൾക്ക് ടെൻഷനായി, ഞാൻ യുദ്ധം ചെയ്യില്ല എന്നായി. അവസാനം ഭഗവാൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് അർജുനൻ എത്തിച്ചു. അപ്പൊ ഇവിടെ പിന്നെ അവസാനം അർജുന യുദ്ധം ചെയ്തല്ലോ. എന്തുകൊണ്ട്? മനസ്സിലായി. അർജുന ഇത്രയും ഉപദേശം കേട്ടപ്പോ മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇതാരും എന്റേതല്ല, ഇവരാരും എന്റേതല്ല. ആ ഭീഷ്മര് ഏറ്റവും സ്നേഹം ആരോടായിരുന്നു? ഭീഷ്മരോടായിരുന്നു. പാണ്ഡവന്മാർക്ക് ഏറ്റവും സ്നേഹം ഭീഷ്മരോടും ദ്രോണരോടായിരുന്നു. കാരണം അവരാണ് യുദ്ധം എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിച്ച ആൾക്കാരാണ്. അർജുനനാക്കിയത് ആരാണ്? ദ്രോണാചാര്യരാണ്, അല്ലെ? അർജുനനെ ഇത്രയും വലിയ വിദ്യയിലെ ഒരു നിപുണനാക്കിയത് ആരാണ്? ദ്രോണാചാര്യ. അപ്പൊ സ്നേഹം ഉണ്ടാവില്ലേ? ആ സ്നേഹത്തിന് ആ അർജുനൻ നിരസിച്ചതാണ് ഞാൻ യുദ്ധം ചെയ്യുക. കാരണം എന്റെ ബന്ധുക്കളാണ്, എന്റെ ഗുരു തുല്യരായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ അവരെ കൊല്ലില്ല പറഞ്ഞു. ആസക്തി എന്റെ എന്ന ബോധം, എന്റെ ബന്ധുക്കളാണ്, എന്റെ ഗുരുനാഥനാണെന്ന ബോധം. പക്ഷെ ഭഗവാൻ അവസാനം പറഞ്ഞു, നീ ഒരു വട്ടപൂജയാണ് അർജുന. ഈ ജന്മത്തിൽ നിനക്ക് ഇവരെല്ലാം അങ്ങനെല്ലാം ആയി. പക്ഷെ അടുത്ത ജന്മത്തിൽ ഇവരാരും നിന്റേതായിരിക്കില്ല, ഒരിക്കലും നിന്റേതല്ല ഒന്നും എന്നുള്ള സത്യം അർജുനെ ബോധിപ്പിച്ചു. അങ്ങനെ അവസാനം അർജുൻ ബോധ്യം വന്നു, ഓ ശരിയാണ് കൃഷ്ണ, ഇവരാരും എന്റേതല്ല. കാരണം ഭീഷ്മര് സരസയിൽ കിടക്കുന്ന അർജുനൻ കണ്ടു, രക്ഷിക്കാൻ പറ്റിയില്ല. കാരണം എന്റേതെന്ന് പറഞ്ഞിട്ട് അവിടെ വല്ല വിലയുണ്ടോ? അർജുനന്റേതാണെങ്കിൽ അർജുനൻ എന്ത് ചെയ്യണമായിരുന്നു? ഭീഷ്മർ മരിക്കാതെ സംരക്ഷിക്കാൻ പറ്റണമായിരുന്നു. സാധിച്ചില്ല. അർജുനൻ തന്നെയാണ് കൊന്നത്. അവസാനം ചെയ്യില്ല എന്ന് പറഞ്ഞ ആളെ കൊണ്ട് തന്നെ ഭഗവാൻ അർജുനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യിച്ചു? അപ്പൊ ഇങ്ങനെ എല്ലാം ഭഗവാൻ പറയുന്നു, കാലചക്രം മുഴുവനും ഭഗവാന്റെ കയ്യിലാണ് തിരിയുന്നത്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പല്ലി ഉത്തരം വാങ്ങുന്ന പോലെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഞാനില്ലെങ്കിൽ ശരിയാവില്ല. പക്ഷെ അവസാനം ഈ പല്ലിയും ആ ഉത്തരത്തിനിട്ട് ഇങ്ങനെ താഴേക്ക് വീഴും. ഉത്തരം അവിടെ ഉണ്ടാവും, അല്ലേ? ആ ഉത്തരം അവിടെ ഉണ്ടാവും. പല്ലിക്ക് നടന്നു പോകാൻ കെൽപ്പുണ്ടെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ താഴെ വീഴും. അങ്ങനെ നമ്മള് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മരിച്ചു പോകും. അഹനി ഭൂതാനി ഗച്ഛന്തി കമാലെ. നമ്മള് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ പറയുന്ന ആൾക്കാർ തന്നെ ഞാൻ അവനെ നാളെ ശരിയാക്കും പറയും. ഇയാൾ ഇന്ന് ശരിയാവും. പിന്നെ രാവിലെ ശരിയാക്കുന്ന ഇയാൾ ജീവനോടുണ്ടാവില്ല. എത്ര ആൾക്കാരല്ലേ? ഞാൻ നാളെ അവന് ശരിയാക്കും. പക്ഷെ ഇയാൾ ശരിയാക്കുന്ന ആള് ജീവനോട് വേണ്ടേ? അപ്പോ എന്താണ് ഭഗവാൻ പറയുന്നു? കാലചക്രം എന്റെ കയ്യിലാണ് അർജുന, നിനക്ക് ഒരിക്കലും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോ എല്ലായ്പ്പോഴും മനുഷ്യൻ മനസ്സിലാക്കേണ്ട എന്താണ്? ഞാനൊരു ഈ ഭൂമിയിൽ ഒന്നുമേ അല്ല, കേവലം മനുഷ്യൻ ഭഗവാന്റെ ഒരു അംശം മാത്രമാണ്. എനിക്ക് ചില കർമ്മങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്, അത് നിറവേറ്റുക. ആ ഭഗവാനെ സ്മരിച്ച് ജീവിക്കുക, ആ കർമ്മം നിറവേറ്റുക. ഞാനാണ് ചെയ്തെന്ന് ഒരു അവകാശം ഉന്നയിക്കാതെ മരിച്ചു പോകണം. അത്രേ ഭഗവാൻ പറയുന്നു. അങ്ങനെ ഈ കൃഷ്ണാർപ്പണമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മൾ പരിശീലിപ്പിക്കണം. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ വിചാരിക്കുന്ന എന്താണ്? ഇതൊന്നും, ഈ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വന്നതല്ല.
നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ നമുക്ക് രണ്ട് പാഠമാണ്. ഒന്ന്, ഇതൊന്നും എന്റേതല്ല എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യം മനസ്സിലാക്കണം വേണ്ടേ? രണ്ടിലേതെങ്കിലും